ഏത് വർഷമാണ് ഗാന്ധിജി ട്രാൻസ്വാളിലെ സുപ്രീം കോടതിയിൽ വക്കീലായി എൻറോൾ ചെയ്തത്? ഉത്തരം 1903. ട്രാൻസ്വാളിൽ ഗാന്ധിജി ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം? ഉത്തരം 1903. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതായിരുന്നു? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം തുടങ്ങിയ വർഷം? ഉത്തരം 1903 ജൂൺ 4. എവിടെ നിന്നാണ് ഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ ആരംഭിച്ചത്? ഉത്തരം ഡർബനിൽ. ഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് സംഘടനയുടെ ഭാഗമായാണ്? ഉത്തരം നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയോട് ഇന്ത്യൻ ഒപ്പീനിയൻ പത്രം തുടങ്ങാൻ ശുപാർശ ചെയ്ത വ്യക്തി ആരായിരുന്നു? ഉത്തരം മദൻജി എന്ന പ്രസുഡമ്മ. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ഏതൊക്കെ ഭാഷകളിലാണ് പുറത്തിറക്കിയത്? ഉത്തരം ഇംഗ്ലീഷ്, ഹിന്ദി, ഗുജറാത്തി, തമിഴ്. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപൻ ആരായിരുന്നു? ഉത്തരം മൻസൂഖാൽ നാസർ. ഇന്ത്യൻ ഒപ്പീനിയൻ പത്രത്തിന്റെ നടത്തിപ്പിൽ ഗാന്ധിജിക്ക് 1904 എത്ര രൂപയാണ് നഷ്ടം സംഭവിച്ചത്? ഉത്തരം 26,000 രൂപയുടെ. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വിവേചന സമരം പുറം ലോകം അറിഞ്ഞത് ഗാന്ധിജിയുടെ ഏത് പ്രസിദ്ധീകരണത്തിലൂടെയാണ്? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. അൺടു ദി ലാസ്റ്റ് എന്ന പുസ്തകത്തിൽ നിന്ന് പ്രചോദിതനായി ഗാന്ധിജി ഡർബനിൽ തുടങ്ങിയ സ്ഥാപനം? ഉത്തരം ഫീനിക്സ് സെറ്റിൽമെന്റ്. ഫീനിക്സ് സെറ്റിൽമെന്റ് ആരംഭിച്ച വർഷം? ഉത്തരം 1904. എവിടെയാണ് ഫീനിക്സ് സെറ്റിൽമെന്റ് ആരംഭിച്ചത്? ഉത്തരം ഡർബന് സമീപം. ഫീനിക്സ് സെറ്റിൽമെന്റിൽ മാസാന്ത അലവൻസായി ഓരോ അംഗത്തിനും നിശ്ചയിച്ച തുക? ഉത്തരം 3 പൗണ്ട്. ഫീനിക്സ് സെറ്റിൽമെന്റ് സ്ഥാപിക്കാൻ ഗാന്ധിജിയെ സഹായിച്ച സുഹൃത്തുക്കൾ? ഉത്തരം ആൽബർട്ട് വെസ്റ്റ്, റെവറൻ ജോസഫ്, ജെ ഡോക്, ഹെൻറി എസ്.എൽ. പൊളാക്ക്. ഇന്ത്യക്കാരെല്ലാവരും പേര് രജിസ്റ്റർ ചെയ്ത് വിരലടയാളം പതിച്ച ഒരു സർട്ടിഫിക്കറ്റ് എപ്പോഴും കയ്യിൽ സൂക്ഷിക്കണമെന്ന നിയമം ഗവൺമെന്റ് പാസാക്കിയിരുന്നു. ഏതാണ് ആ നിയമം? ഉത്തരം ഏഷ്യാറ്റിക് ലോ അമെൻമെന്റ് ഓർഡിനൻസ്. ഏഷ്യാറ്റിക് ലോ അമെൻമെന്റ് നിയമം ഗവൺമെന്റ് പാസാക്കിയ വർഷം? ഉത്തരം 1906. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എവിടെ വെച്ചായിരുന്നു? ഉത്തരം 1906 ദക്ഷിണാഫ്രിക്കയിൽ. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ സത്യാഗ്രഹ പരിപാടി എത്ര കാലം നീണ്ടു നിന്നിരുന്നു? ഉത്തരം 8 വർഷം. ജോഹന്നാസ്ബർഗിലെ 16 വയസ്സുള്ള സത്യാഗ്രഹ ബാലിക ആരായിരുന്നു? ഉത്തരം വള്ളിയമ്മ ആർ മുനുസ്വാമി. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എന്തിനെതിരെയായിരുന്നു? ഉത്തരം ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ. ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി ഗാന്ധിജി ജയിലിൽ അടയ്ക്കപ്പെട്ടത് എന്നായിരുന്നു? ഉത്തരം 1908 ജനുവരി 10. ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം എവിടെയായിരുന്നു? ഉത്തരം ജോഹന്നാസ്ബർഗ്. ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ എത്ര കാലമാണ് ശിക്ഷ അനുഭവിച്ചത്? ഉത്തരം 2 മാസം. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി എത്ര തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു? ഉത്തരം 6. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ഏകാന്ത തടവുകാരനായത് എവിടെയായിരുന്നു? ഉത്തരം ജോഹന്നാസ്ബർഗ്. ഗാന്ധിജി സംഘടിപ്പിച്ച ദക്ഷിണാഫ്രിക്കയിലെ ആദ്യ ഹർത്താൽ എന്നായിരുന്നു? ഉത്തരം 1908 ജൂലൈ 23. ഗാന്ധിജിയെ 9 മാസത്തെ തടവ് ശിക്ഷ വിധിച്ച കോടതി ഏതായിരുന്നു?
ഉത്തരം ഡണ്ടി കോടതി. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ച രണ്ടാമത്തെ ആശ്രമം. ഉത്തരം ടോൾസ്റ്റോയി ഫാം. ടോൾസ്റ്റോയി ഫാം ആരംഭിച്ചത് എന്നായിരുന്നു? ഉത്തരം 1910 മെയ് 30. ഗാന്ധിജിയുടെ ടോൾസ്റ്റോയി ഫാം ആശ്രമത്തിന് സ്ഥലം നൽകിയത് ആരായിരുന്നു? ഉത്തരം കെല്ലൻബാഗ്. ടോൾസ്റ്റോയ് ഫാമിന് വേണ്ടി സത്യാഗ്രഹികളുടെ ആദ്യ സംഘം പ്രവർത്തിച്ചു തുടങ്ങിയത് എന്നായിരുന്നു? ഉത്തരം 1910 ജൂണിൽ. ഗാന്ധിജി ഉപവാസ സമരം പരിശീലിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം ടോൾസ്റ്റോയ് ഫാമിൽ. മഹാത്മാഗാന്ധിജി അധ്യാപക വേഷത്തിൽ പ്രവർത്തിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം ടോൾസ്റ്റോയ് ഫാമിൽ. ടോൾസ്റ്റോയ് ഫാമിലെ കെട്ടിടങ്ങളുടെ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം കെല്ലൻബാഗ്. ആദ്യമായി സത്യാഗ്രഹികൾ ടോൾസ്റ്റോയ് ഫാമിൽ താമസിക്കുവാനും ജോലി ചെയ്യുവാനുമായി വന്നത് എപ്പോഴായിരുന്നു? ഉത്തരം 1910 ജൂൺ മാസത്തിൽ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ധർമ്മ ആശുപത്രി നടത്തിയിരുന്നത് ആരുടെ സാമ്പത്തിക സഹായം കൊണ്ടായിരുന്നു? ഉത്തരം പാഴ്സി സ്റ്റോംജി. ഗാന്ധിജി നടത്തിയിരുന്ന ധർമ്മ ആശുപത്രിയിലെ സൗജന്യ ചികിത്സകനായ ഡോക്ടർ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ ബൂത്ത്. ദക്ഷിണാഫ്രിക്കയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഗാന്ധിജിയെ സഹായിച്ച ഇന്ത്യൻ നേതാവ് ആരായിരുന്നു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ ക്ഷണപ്രകാരം ഇംഗ്ലണ്ടിൽ നിന്നും എപ്പോഴായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ വന്നത്? ഉത്തരം 1912. ഗോപാലകൃഷ്ണ ഗോഖലെ ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം 1912 ദക്ഷിണാഫ്രിക്കൻ ഗവൺമെന്റും സത്യാഗ്രഹികളും തമ്മിലുള്ള തർക്കത്തിന് മധ്യസ്ഥത വഹിക്കാൻ. ജോഹന്നാസ്ബർഗിലെ ഗാന്ധിജിയുടെ ഓഫീസിലെ ടൈപ്പിസ്റ്റായ ഇംഗ്ലീഷ് വനിത ആരായിരുന്നു? ഉത്തരം മിസ് ഡിക്ക്. ദക്ഷിണാഫ്രിക്കൻ ജയിലിൽ നിന്ന് നിബന്ധനകളില്ലാതെ ഗാന്ധിജിയെ വിട്ടയച്ചത് എന്നായിരുന്നു? ഉത്തരം 1913 ഡിസംബർ 18. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സമര നേതൃത്വം വഹിച്ചപ്പോൾ അവിടുത്തെ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം ജനറൽ സൂട്ട്സ്. ഗാന്ധിജി ജനറൽ സൂട്ട്സിനെ ചെരുപ്പ് സമ്മാനിച്ചത് എപ്പോഴാണ്? ഉത്തരം ജയിലിൽ കിടന്ന സമയത്ത് ചെരുപ്പുണ്ടാക്കാൻ പഠിച്ചപ്പോൾ. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ച സത്യാഗ്രഹ പരിപാടിയുടെ അവസാനം ജനറൽ സ്മട്സുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് ക്രമേണ സത്യാഗ്രഹികളെ വിട്ടയച്ചത് എന്നു മുതൽക്കായിരുന്നു? ഉത്തരം 1914 ജനുവരി 21. ദക്ഷിണാഫ്രിക്കയിൽ സത്യാഗ്രഹം സമാപിച്ച വർഷം? ഉത്തരം 1914. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചു വന്നത് എന്നായിരുന്നു? ഉത്തരം 1914 ജൂലൈ 18. ഗാന്ധിജിക്ക് കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിച്ച വർഷം? ഉത്തരം 1915 ജൂൺ 26. കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി ഗാന്ധിജിക്ക് നൽകിയത് ആരാണ്? ഉത്തരം ഇന്ത്യൻ വൈസ്രോയി ഹർഡിഞ്ച് പ്രഭു. കൈസർ ഇ ഹിന്ദ് ഗാന്ധിജി ബ്രിട്ടീഷ് സർക്കാരിനെ തിരിച്ചു നൽകിയത് എന്നായിരുന്നു? ഉത്തരം 1920 ഓഗസ്റ്റ് 2. 1920 ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയത്? ഉത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ. അവസാനം വരെ ഉറച്ചു നിൽക്കുക, സഹനമാണ് നമുക്കുള്ള പരിഹാരം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ഏത് ജയിലിൽ നിന്നാണ് ഈ സന്ദേശം ജനങ്ങൾക്ക് അയച്ചത്? ഉത്തരം വോൾ ക്രൈസ്റ്റ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കൻ ഗവൺമെന്റിനോട് ഇന്ത്യൻ വിവാഹ നിയമം പാസാക്കുവാൻ വാദിച്ചു എങ്കിലും വെറുതെയായി. അതിന്റെ ഫലമായി സ്ത്രീ സത്യാഗ്രഹത്തിന് രൂപം നൽകി. അവർ എത്ര ബാച്ചുകളായാണ് നീങ്ങിയത്? ഉത്തരം 16. സീറൽ സുപ്രീം കോടതിയുടെ തീരുമാനം ഇന്ത്യക്കാരിൽ വലിയ നീരസം ഉളവാക്കുകയും
വമ്പിച്ച പ്രതിഷേധത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. ആ തീരുമാനം എന്തിനെ പറ്റിയായിരുന്നു? ഉത്തരം ഇന്ത്യൻ വിവാഹങ്ങൾ നിരാകരിക്കൽ. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ആരായിരുന്നു സത്യാഗ്രഹികളായ മാർച്ച് ചെയ്ത് ആർമിക്ക് നേതൃത്വം നൽകിയത്? ഉത്തരം WSL പൊളാക്ക്.